ക്രിസ്മസിന് വ്യത്യസ്ത ലൈറ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അടിപൊളി കാഴ്ച ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ കൊച്ചുവേളി പള്ളി കേട്ടോ. അതെ, കൊച്ചുവേളി സെന്റ് ജോസഫ് ചർച്ച് കൊച്ചുവേളി, അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എവിടെയെന്ന് പറഞ്ഞാൽ LED സ്റ്റാറുകളുണ്ട്, നമ്മുടെ സാധാ സ്റ്റാറുകളും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. പല വലിപ്പത്തിലുള്ള സ്റ്റാറുകളാണ് കേട്ടോ അവരോട് ചെയ്തേക്കുന്നത്. പല വലിപ്പത്തിലുള്ളതും പല രീതിയിലുള്ളതും അങ്ങനെ ആയിട്ടുള്ള ഒരുപാട് ലൈറ്റ് സിസ്റ്റവും കാര്യങ്ങളെല്ലാം അവരവിടെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പള്ളിയുടെ വലതു ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നതാണ്. കുറച്ച് LED ലൈറ്റുകളുണ്ടല്ലോ, സിമ്പിളായിട്ടുള്ള നമ്മുടെ കുരിശടിയുടെ ഭാഗത്ത് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളിതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ പള്ളിയുടെ മുൻവശത്തോട്ട് വരുമ്പോഴത്തേക്ക് കാണുന്നതാണ്. പള്ളിയുടെ നോക്കി, പള്ളിയിൽ മൊത്തം സ്റ്റാറുകളായിട്ടുള്ള അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുന്ന നോക്കി ഒരു പൊളപ്പൻ ഒരു സ്റ്റാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു വെറൈറ്റി സ്റ്റാർ ആയിട്ടാണ്. പിന്നെ അത് കൂടാതെ കുറേ രൂപങ്ങൾ നമ്മൾക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി ബട്ടർഫ്ലൈ, പൂക്കള്, മണി അങ്ങനെയുള്ളതൊക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ കാണുന്നത് ഇതാണ് സ്റ്റാർ കേട്ടോ. ഇത് സൂപ്പർ തന്നെ കേട്ടോ, അടിപൊളി തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കാണുന്നത് മണിയാണ് കേട്ടോ. പിന്നെ നമുക്ക് നടന്നു പോയിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് അകത്തൊന്ന് കയറിയാലോ. അങ്ങനെ ഇതിലൂടെയാണ് നടന്നു പോകാനുള്ള ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയും നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ, എല്ലായിടത്തും പറഞ്ഞ കണക്ക് തന്നെ ഇവിടെയും ചെറിയ ചെറിയ മിനുക്ക് പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. അതെ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്രിസ്മസ് ട്രീക്ക് അകത്ത് കയറിയപ്പോഴത്തേക്കും ലൈറ്റ് ഇടാൻ വേണ്ടി ആൾ അതിനകത്ത് വന്നായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഇവിടെയൊക്കെ കണ്ടോ ഈ ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം ഒന്ന് കാണിക്കണമല്ലോ നിങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ഇതിനകത്ത് കയറി ഇതിനകത്തുള്ള കാഴ്ചകൾ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനകത്ത്, പൊളിയല്ലേ, പൊളിയല്ലേ. അപ്പോൾ നമുക്ക് ഇനി പുറത്തൊന്ന് പോയാലോ? നമുക്ക് പുറത്ത് പോയി ബാക്കി കാഴ്ചകളൂടെ കാണാമല്ലേ. അതെ, ഇനിയും ഉണ്ട് ഇവിടെ കാഴ്ചകൾ. നിങ്ങൾ നോക്കി, ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു അപ്പൂപ്പനെ കണ്ടു അവിടെ. അപ്പൊ നമുക്ക് ഈ ആർച്ചിലൂടെ നേരെ കയറിയാൽ അപ്പൂപ്പന്റെ അടുത്തെത്താം. വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്തേക്കുന്നത്. എല്ലാ വർഷവും നമ്മുടെ കൊച്ചുവേളി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാനുള്ള അവസരം വരെ അവിടെ ചെയ്തിട്ടുണ്ടല്ലേ. അതെ, എല്ലാ വർഷവും നമ്മുടെ കൊച്ചുവേളി പള്ളി വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്തവണയും അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അടിപൊളിയാണല്ലേ, സൂപ്പറാണ്. അപ്പൊ മീനൂട്ടിക്ക് അതിനവിടെ പോയി ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മീനൂട്ടിയും പിടിച്ച് അവിടെ ഇരുത്തിയല്ലേ. കുട്ടികൾക്കൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അടിപൊളി തന്നെയാണ്. മീനൂട്ടി പോയി താടിയിലൊക്കെ തപ്പി നോക്കിയായിരുന്നു ഒറിജിനലാണോ. കുറെ നേരമൊക്കെ ഇരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ചാടി പുൽക്കൂട്, ഇത് കണ്ടോ, സൂപ്പർ പുൽക്കൂടാണ് കേട്ടോ. വെറൈറ്റികൾ അന്വേഷിക്കുന്നവർക്ക് ഇതൊക്കെ വന്ന് കണ്ടാൽ തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പൊ എന്തായാലും ഈ വർഷം പുൽക്കൂട് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ഐഡിയൊക്കെ നിങ്ങൾക്ക് അടുത്ത വർഷം ഉപയോഗിക്കാം അല്ലേ. പുതുമകൾ തേടുന്നവർക്ക് ഇതുപോലെയുള്ള യാത്രകൾക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ വന്ന് കണ്ടാൽ അടുത്ത വർഷം നമ്മുടെ പുൽക്കൂടും അടിപൊളിയാക്കാം. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ.